ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കെതിരെ പരാതി കൊടുത്ത കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ആ കന്യാസ്ത്രീക്ക് ഇല്ലാത്ത പരാതി മറ്റുള്ളവർക്കുണ്ട്. അത് അവരുടെ അനുഭവം വെച്ച് പറയുന്നതാ. അത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധ പച്ചക്കള്ളം. ഇത് ആദ്യം ഈ വാർത്ത വരുന്നത് തൃപ്പൂണിത്തറയിൽ സെപ്റ്റംബർ 19, 20, 21 തീയതികളിൽ എന്നെ ചോദ്യം ചെയ്യാനായിട്ട് പഞ്ചാബിൽ നിന്ന് വിളിച്ചു വരുത്തി. ആ 3 ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒന്നും അവർക്ക് കയ്യിൽ കിട്ടാതെ വന്നപ്പോൾ മാധ്യമങ്ങൾ പടച്ചുവിട്ട കഥയാണ് ഉഭയസമ്മതം എന്നുള്ളത്. 491 ചോദ്യങ്ങൾ ഏകദേശം 5.5 മണിക്കൂർ എടുത്തിട്ടാണ് ചോദിച്ചത്. അപ്പൊ അത്രയും വിശദമായിട്ട് ഒരു വിചാരണ നടന്നതുകൊണ്ടും ഈ കാര്യങ്ങളൊക്കെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടുമാണ് 289 പേജുള്ള വൊളൂമിനസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നത്. പഞ്ചാബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധത്തിന്റെ അലയടികൾ എങ്ങും കാണാം എന്നൊക്കെ പറഞ്ഞ് വളരെ വാചാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സഹോദര, ആൾത്താരിൽ മെഴുതിരി പോലും കത്തുന്നില്ല, നീ ഈ ആളി കത്തലൊക്കെ എവിടെയാ കണ്ടെന്ന് ചോദിച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം, പിതാവേ, ഞങ്ങൾ പലതും പറയും, പിതാവ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നാ പറഞ്ഞു. ഈ ജലന്ധർ രൂപത അധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ അങ്ങ് അഹങ്കാരിയാണ്, പ്രത്യേകിച്ച് അധികാര ഭ്രമം ഭയങ്കര തലയ്ക്ക് പിടിച്ച വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് കിട്ടിയൊരു ശിക്ഷയാണ്, ജീവിതത്തിൽ കിട്ടിയൊരു ശിക്ഷയാണ് ഇത്തരം ദുരനുഭവങ്ങൾ എന്ന് സഭയുടെ ഉള്ളിൽ തന്നെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. നമസ്കാരം. ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് 2023 ജൂൺ മാസം 1 തീയതി വത്തിക്കാനിൽ നിന്നും പുറത്തു വന്നത്. ജലന്ധർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിന്റെ രാജി ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു. ആ വാർത്ത പുറത്തു വന്നതിനെ തുടർന്ന് വളരെയധികം വാദപ്രതിവാദങ്ങളും ആരോപണങ്ങളുമാണ് കേരളത്തിൽ ഉയർന്നു വന്നത്. ആ ആരോപണങ്ങൾക്ക് മറുപടി നൽകുവാൻ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മറ്റാരുമല്ല, ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ തന്നെയാണ്. പിതാവെ, അങ്ങേക്ക് പ്രത്യേകം സ്വാഗതം ഈ ഒരു പ്രത്യേക പ്രോഗ്രാമിലേക്ക്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്നലെ വളരെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് വത്തിക്കാനിൽ നിന്നും വന്നത്. എന്നാൽ ആ ഒരു തീരുമാനം വന്നതിന് ശേഷം വലിയ വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലായിക്കോട്ടെ, കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളിലായിക്കോട്ടെ, അവിടെയൊക്കെ ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം, 2022 ജനുവരി മാസം അങ്ങേക്കെതിരെയുള്ള കേസിൽ അങ്ങയെ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റവിമുക്തനാക്കി. എന്നാൽ ഇന്നലെ വന്ന വത്തിക്കാന്റെ തീരുമാനം അങ്ങേക്കുള്ള ഒരു ശിക്ഷാ നടപടിയാണ് എന്ന രീതിയിൽ വലിയൊരു ആരോപണം ഉയരുന്നു. അതിനുള്ള മറുപടി. ഷക്കീന ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ എന്നോട് ചോദിച്ച ഈ ചോദ്യത്തിന് വളരെ വ്യക്തമായിട്ട് വത്തിക്കാൻ സ്ഥാനപതി തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. എൻ്റെ രാജി സ്വീകരിച്ചു എന്ന് പറഞ്ഞ ആ വാർത്തയോടൊപ്പം ഒരു വിശദീകരണ കുറിപ്പ് അപ്പസ്തോലിക് നുൻഷിയോ കൊടുത്തിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പല TV ചാനലുകളിലും അത് അതേപോലെ തന്നെ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് ശിക്ഷാ നടപടിയല്ല എന്ന്. അതേസമയം അതൊരു ശിക്ഷാ നടപടിയാണ് എന്ന് പറഞ്ഞ് വരുത്തി അതിൽ സന്തോഷിക്കാനായിട്ട് കുറച്ച് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതങ്ങനെ നടന്നോട്ടെ. കാരണം ഔദ്യോഗികമായിട്ട് തന്നെ വത്തിക്കാൻ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ശിക്ഷാ നടപടി അല്ല എന്ന്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. വത്തിക്കാനിൽ നിന്ന് ഒരു വിശദീകരണ കുറിപ്പ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇപ്പോ അതിൻ്റെ ആവശ്യമില്ല. വത്തിക്കാൻ തന്നെ അതിൻ്റെ വിശദീകരണം കൊടുത്തു കഴിഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ ഫൈനൽ അസസ്മെന്റ്, ഫൈനൽ ജഡ്ജ്മെന്റ് എന്ന് നമുക്ക് പറയാവുന്നത്. ഓക്കെ, അതോടൊപ്പം തന്നെ പിതാവ്, പ്രത്യേകിച്ച് പലരും ഉന്നയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 2022 ജനുവരി മാസം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി അങ്ങേ കുറ്റവിമുക്തനാക്കി. പക്ഷേ എന്തുകൊണ്ട് ഇപ്പോൾ 2023 ഏകദേശം 1 വർഷം പിന്നിടുന്നു, ഒരു വത്തിക്കാൻ ഒരു രാജി
മേടിക്കുന്നു, അങ്ങയിൽ നിന്ന് ചോദിച്ച് മേടിക്കുന്നു. അതിൽ പലരും ഒരു ദുരൂഹത, പല വ്യാഖ്യാനങ്ങളും ആ വത്തിക്കാന്റെ ആ തീരുമാനത്തിന് നൽകുന്നുണ്ട്. ഞാനും ആ വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിരുന്നു. അത് പറയുന്നവർക്ക് സത്യാവസ്ഥ മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഒരുപക്ഷെ ആരും അത് അവരോട് വിശദീകരിച്ച് കൊടുത്തിട്ടില്ലായിരിക്കാം. അല്ലെങ്കിൽ നുൻഷിയോ എഴുതിയിട്ടുള്ള വിശദീകരണ കുറിപ്പും മറ്റതും കൂടെ വെച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രാജി സമർപ്പിച്ചത് എന്ന്. അപ്പോൾ ഒരു ചോദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് സഭയുടെ നന്മ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വത്തിക്കാന്റെ പോളിസി അനുസരിച്ച് ഇതുപോലെയുള്ള ഒരു കോടതി കേസ് വന്നു കഴിഞ്ഞാൽ ആ കോടതിയുടെ അന്തിമ വിധി വന്നതിന് ശേഷം ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ എൻ്റെ കേസ് പറയുകയാണെങ്കിൽ, കീഴ്ക്കോടതി കുറ്റവിമുക്തനാക്കി എന്നെ വെറുതെ വിട്ടു എങ്കിലും അപ്പീല് നിലനിൽക്കുന്നത് കൊണ്ട് ഇനി ആ അപ്പീലിന്റെയും കൂടി അവസാനം അറിഞ്ഞിട്ട് മതി ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ഒരു പോളിസിയാണ്. അപ്പോൾ ഞാൻ ഇത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വത്തിക്കാനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നു. കാരണം എനിക്ക് മനസ്സിലായത് ഈ യൂറോപ്പിലും ഒക്കെ അവിടെയൊക്കെ പോപ്പുലേഷൻ കുറവും കേസുകളുടെ എണ്ണവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ഒരു 2-3 കൊല്ലത്തിന്റെ ഉള്ളിൽ ആ അന്തിമ തീരുമാനം അവരുടെ സുപ്രീം കോടതിയിലെ തീരുമാനം വരാൻ സാധ്യതയുണ്ട്. നമ്മൾ കണ്ടതാണ് കാർഡിനൽ പെല്ലിന്റെ കേസ്. ഒരു വർഷം കഴിയുന്നതോടുകൂടി തന്നെ അതിന്റെ അപ്പീല് എടുത്ത് അത് പഠിച്ച് കാർഡിനൽ പെല്ലിനെ വെറുതെ വിട്ടു. പക്ഷേ ഇന്ത്യയുടെ സാഹചര്യത്തില് ഇത്ര സമയം കൊണ്ട് അത് നടക്കില്ല. ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട വക്കീലായ രാമൻപിള്ള സാറുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, കോവിഡ് കാലത്ത് ഏകദേശം ഒരു 3 വർഷത്തോളം ശരിയായിട്ടുള്ള രീതിയിൽ കേസുകൾ എടുത്ത് വിധി പറയാനൊന്നും സാധിക്കാത്തത് കൊണ്ട് ഒരു ബിഗ് ബാക്ക്ലോഗ്, അതായത് കുറെ കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് ഇപ്പൊ 2016 കേസുകൾ എടുക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ 2022 കേസ് എടുക്കാൻ ഏകദേശം ഒരു 8, 9, 10 വർഷം എടുത്തേക്കാം. അതിനുശേഷം ഹൈക്കോടതിയിലുള്ള അപ്പീൽ കേസുകൾ അതല്ലേ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, ഹൈക്കോടതിയിലെ കൊടുത്തിട്ടുള്ള അപ്പീല്. ഇവര് അപ്പീൽ കൊടുത്തപ്പോ കോടതി എനിക്ക് അതിനെക്കുറിച്ച് വിവരം തന്നു. ആരാണ് എൻ്റെ വക്കീൽ എന്ന് ഞാൻ കോടതിയെ അറിയിക്കണമായിരുന്നു. അത് നമ്മൾ രേഖാമൂലം അറിയിച്ചു. അതോടുകൂടി ആ പ്രോസസ്സ് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്. അടുത്തത് നമ്മുടെ കേസ് ലിസ്റ്റ് ചെയ്ത് വരണം. ആ ലിസ്റ്റ് ചെയ്ത് വരാനുള്ള കാലതാമസമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, രാമൻപിള്ള സാറ് മനസ്സിലാക്കി തന്നു, ഇപ്പോൾ അവർ എടുത്തുകൊണ്ടിരിക്കുന്നത് കൺവിക്ഷൻ കേസുകളാണ്. അപ്പൊ കൺവിക്ഷൻ കേസുകളിൽ ഒരു പ്രതി ജയിലിലാണ്. അപ്പോ ഹ്യൂമൻ റൈറ്റ് വയലേഷനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ഒരു ഏർജൻസി ഉണ്ട്. അതേസമയം ഒരു അക്വിറ്റലിന്റെ കേസിൽ അങ്ങനെ ഒരു ഏർജൻസി ഇല്ല. ഇന്ത്യൻ നിയമപ്രകാരം പ്രതി കുറ്റവിമുക്തനാണ്. ഏത് ജോലി വേണമെങ്കിൽ എടുക്കാം, ജോലിയിലേക്ക് പ്രവേശിക്കാം, ഒരു തടസ്സവും. അത് പോകട്ടെ, അപ്പീല് അതിന്റെ ക്രമപ്രകാരം എടുക്കട്ടെ. ഇനി ഹൈക്കോടതിയിൽ ഒരു വിധി വന്നു കഴിഞ്ഞാൽ തോറ്റ പാർട്ടി എന്തായാലും സുപ്രീം കോടതിയിൽ പോകും. അതും ഒരു 10-12 കൊല്ലം എടുക്കാം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു 20-25 വർഷം നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കണം. അപ്പോൾ ഈ ഡാറ്റ മനസ്സിലാക്കിയിട്ട് ഞാൻ വത്തിക്കാനിൽ പോയി അവിടുത്തെ കർദിനാൾ താഗ്ലെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ എന്നോട് ചോദിച്ചു, വക്കീലിന്റെ കയ്യിൽ നിന്ന് ഒരു റിട്ടൺ നോട്ട് തരാവോ, കാരണം ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു റിട്ടൺ മെറ്റീരിയൽ കയ്യിലുണ്ടാകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാമൻപിള്ള സാറിനെ കോൺടാക്ട് ചെയ്തിട്ട് രാമൻപിള്ള സാർ എനിക്ക് അതിൻ്റെ ഒരു നോട്ട് അയച്ചു തന്നു. അത് ഞാൻ ഹാൻഡ് ഓവർ ചെയ്തു. അപ്പോൾ ഇനി വത്തിക്കാൻ പരിശോധിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ, ഇത്രയും വർഷം കാത്തു നിൽക്കണോ, എങ്കിൽ എൻ്റെ കേസിൽ ഒരു എക്സെപ്ഷൻ നടത്തണോ വേണ്ടയോ എന്നുള്ളതാണ് വരിക. അപ്പോൾ മറ്റുള്ള കേസുകളിൽ 2-3 വർഷത്തിൻ്റെ ഉള്ളിൽ അന്തിമ വിധി വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ ചിലപ്പോൾ ഒരു 20-25 വർഷം എടുത്തേക്കാം. അപ്പൊ അതുകൊണ്ട് ഒരു എക്സെപ്ഷൻ നടത്തി
ബിഷപ്പിനെ സ്ഥാനം ഏതെങ്കിലും ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാലോ എന്ന വിഷയത്തെക്കുറിച്ച് അവര് വളരെ വിശദമായിട്ട് തന്നെ ചർച്ചകൾ നടത്തി. എന്നിട്ട് വത്തിക്കാന്റെ തീരുമാനം വേണ്ട, നമുക്കൊരു എക്സെപ്ഷൻ നടത്തണ്ട, അന്തിമ വിധി വരുന്നത് വരെ ഒരു വെയിറ്റ് ചെയ്യട്ടെ, ഒരു ഉത്തരവാദിത്വം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. അപ്പൊ അത് വത്തിക്കാന്റെ പോളിസിയാണ്. അത് നമ്മൾ ആത്മന സ്വീകരിക്കുന്നു. കാരണം സഭയുടെ ഒരു നിലപാട് അതാണ്. അപ്പൊ അതില് നമുക്ക് ഒരു വിയോജിപ്പോ വിഷമമോ ഇല്ല. പക്ഷെ മറുവശം അതിൽ വേറൊരു വശം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാന് ജലന്ധർ ബിഷപ്പ് എന്ന പദവിയിൽ നിൽക്കുമ്പോൾ ഇപ്പൊ 5 വർഷമായിട്ട് ജലന്ധർ രൂപതയ്ക്ക് ഒരു ബിഷപ്പില്ല, അഡ്മിനിസ്ട്രേറ്റീവ് ബിഷപ്പ് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ഏകദേശം 83-84 വയസ്സായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ആ പരിമിതികൾ തീർച്ചയായിട്ടും രൂപതയിൽ റിഫ്ലക്ട് ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് ഇത്രയും വലിയ ഒരു രൂപതയിലെ ഇത്രയധികം ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു രൂപതയിലെ ഒരു റെഗുലർ ബിഷപ്പ് വേണം എന്നുള്ളത് അനിവാര്യമായിട്ട് വരുന്നു. അത് അനിവാര്യമായിട്ട് വന്നപ്പോൾ ചെയ്യാവുന്ന ഏക മാർഗം ഞാൻ ആ പദവി ഒഴിയുക എന്നുള്ളതാണ്. കാരണം ആ പദവി ഞാൻ ഒഴിഞ്ഞില്ലെങ്കിൽ അവിടെ വേറെ ഒരു ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു മാസം മുമ്പ് 1.5 മാസം മുമ്പ് ഞാനും വത്തിക്കാൻ സ്ഥാനപതിയും പിന്നെ കർദിനാൾ ഓസ്വാൾഡും കൂടെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. പല ഓപ്ഷൻസ് ഞങ്ങൾ ചിന്തിച്ചെങ്കിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നത്, ഞാൻ താൽക്കാലികം എന്തായാലും ഇപ്പൊ ഞാൻ ആ പദവി ഉണ്ടെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ഞാനല്ല. അപ്പൊ പദവി ഒഴിയുന്നതും ഒഴിയാതിരിക്കുന്നതും തമ്മിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യാസമില്ല. അതേസമയം പദവി ഒഴിഞ്ഞാൽ അവിടെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു ബിഷപ്പിനെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റും. ജലന്ധർ രൂപതയ്ക്ക് വേണ്ടിയിട്ട് 15 വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ പോയി അവിടെ ജോലി ചെയ്യണമെന്ന തീവ്രമായ ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഞാൻ സെമിനാരിയിൽ ചേരുന്നു. ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി പഠിച്ച് അവിടെ അച്ഛനാകുന്നു. അച്ഛനായി ഞാൻ ജോലി ചെയ്ത് അതിനുശേഷം ഞാൻ ബിഷപ്പുമായി. അപ്പോ സഭയെ, ജലന്ധർ രൂപതയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഓരോ നിമിഷവും എൻ്റെ വിചാരങ്ങള് ജലന്ധർ രൂപതയുടെ ഉന്നമനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോ ആ രൂപതയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ പദവി ഒഴിയുകയാണെങ്കിൽ അത് ജലന്ധർ രൂപതയ്ക്ക് ഒരു നന്മയായിരിക്കും. ഒരു ബിഷപ്പിന് അവിടെ വന്ന് ഫ്രീ ആയിട്ട് വേണ്ട രീതിയിൽ മറ്റെല്ലാ പിതാക്കന്മാരും അവരവരുടെ രൂപതകൾ വളർത്താനായിട്ട് ശ്രമിക്കുന്നത് പോലെ ഈ ബിഷപ്പിന് സാധിക്കും. അപ്പോൾ ഞാൻ ആഗ്രഹിച്ച അതാണ്, ജലന്ധർ രൂപത തളരരുത്. എന്തെങ്കിലും ഇപ്പോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പുതിയൊരു ബിഷപ്പ് വന്നു കഴിഞ്ഞാൽ അത് വളരെ സുഗമമായിട്ട് ആ രൂപതയെ നയിക്കാൻ പറ്റും. അപ്പൊ അതിന് തടസ്സമായിട്ട് നിൽക്കുന്നതാണ് ഞാൻ ജലന്ധർ രൂപതയുടെ ബിഷപ്പ് എന്ന പദവിയിൽ ഇരിക്കുന്നത്. അത് ഞാൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, മറ്റൊരു ഓപ്ഷൻ കൂടി ചിന്തിക്കാൻ സാധിക്കുമായിരുന്നില്ല? അതായത് ഈ ജലന്ധർ രൂപതയിൽ നിന്ന് ഒരു ട്രാൻസ്ഫർ, മറ്റേതെങ്കിലും രൂപതയിലേക്ക് ഒരു ട്രാൻസ്ഫർ, അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി മുമ്പിൽ ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ നേരത്തെ വ്യക്തമാക്കിയ പോലെ അന്തിമ വിധി വരുന്നത് വരെ ഒരു അപ്പോയിന്റ്മെന്റ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ജലന്ധർ രൂപതയിൽ അല്ലെങ്കിൽ വേറെ രൂപതയിലും അതിനുള്ള പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വന്നത്. അപ്പൊ ജലന്ധർ രൂപതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സോമനസ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ എനിക്കും അത് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. വ്യക്തിപരമായിട്ടും എനിക്ക് ആ പദവി ഉള്ളത് കൊണ്ട് ഒരു മെച്ചവും ഇല്ല. കാരണം ഞാൻ അവിടുത്തെ അഡ്മിനിസ്ട്രേഷനിൽ ഞാൻ ഇടപെടുന്നില്ല, അവിടുത്തെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നില്ല, അവിടുത്തെ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പദവി കൈപിടിച്ച് ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്താണ്, അത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ജലന്ധർ രൂപതയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വേറൊരു പുതിയ ബിഷപ്പിനെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ സാഹചര്യത്തിൽ ഞാൻ നോക്കുമ്പോൾ എനിക്ക് സഭയെ സഹായിക്കാൻ പറ്റുന്നത് ഇപ്പോൾ ആ രീതിയിലാണ്. സഭയെ സഹായിക്കാം. ഞാൻ സഭയെ സ്നേഹിക്കുന്നു. സഭയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ രാജി അപ്പോൾ തന്നെ ഞാൻ അപ്പൊ എന്നോട് പറഞ്ഞു ഒന്നുകൂടി പ്രാർത്ഥിച്ചിട്ട് സാവകാശം മതി. നമ്മൾ കുഴപ്പമില്ല, ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം വന്ന് ഞാൻ എൻ്റെ കൈപ്പടയിൽ തന്നെ എഴുതി. അത് ഞാൻ അച്ഛനായിട്ട് 33ാമത്തെ എൻ്റെ വാർഷികം, അത് 33 കൊല്ലം കഴിഞ്ഞു. 1990 എനിക്ക് പട്ടം കിട്ടിയത്. 2023 എന്ന് പറയുമ്പോൾ 33 വർഷം ഞാൻ എൻ്റെ മിനിസ്ട്രിയിലുണ്ടായിരുന്നു. അപ്പോ കർത്താവിന്റെ 33 വർഷത്തെ ഞാൻ ഓർത്തപ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് ടൈം.
അങ്ങനെ ഞാൻ എൻ്റെ രാജിക്കത്ത് കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി ഇത് റോമിലേക്ക് പോകണം, അവിടെ ചെന്ന് വീണ്ടും ചർച്ചകളൊക്കെ ഉണ്ടാകാം, അവസാനം മാർപ്പാപ്പയാണ് തീരുമാനിക്കുന്നത് ഈ റെസിഗ്നേഷൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അത് ഇന്നലെ നമുക്ക് ന്യൂസ് കിട്ടി, മാർപ്പാപ്പ അത് സ്വീകരിച്ചിട്ടുണ്ട്. അതോടുകൂടി അവിടുത്തെ ആ ചാപ്റ്റർ തീരുകയാണ്. ഒപ്പം തന്നെ ഇനി അപ്പൊ പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. ആ ഒരു വിവാദം പോലെ ആളുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വത്തിക്കാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന്. അത് തന്നെ ഞാൻ ചോദിക്കാനിരുന്നത്, പറഞ്ഞോളൂ. അപ്പോ ഞാൻ ഓൾറെഡി അതിന്റെ ഈ ഞങ്ങൾ ഉണ്ടായ ചർച്ചയും ആ ചർച്ചയുടെ അന്തിമഘട്ടത്തില് ഞാൻ രാജിക്കത്ത് എഴുതി കൊടുക്കുകയും ചെയ്തു. ഇതാണ് സംഭവം. ഇനി ചോദിച്ചു വാങ്ങിയതാണ് എന്ന് അങ്ങ് വിചാരിക്കുക. ചോദിച്ചു വാങ്ങിയതാണ്. ഇന്ന് പലയിടത്തും നമ്മൾ കാണുന്ന ഒരു പ്രശ്നം അനുസരണത്തിന്റെ പ്രശ്നമാണ്. അനുസരണമില്ലായ്മയാണ് ഇന്ന് സഭയിൽ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. കേരളത്തിലെ എല്ലാവരും അത് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വത്തിക്കാൻ ചോദിച്ചു വാങ്ങിയതാണ് എന്ന് അങ്ങ് വിചാരിക്കേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താണ്? ഞാൻ സഭയെ അനുസരിക്കുന്നു. സഭയെ അനുസരിക്കാതെ ബലം പിടിച്ച് നിൽക്കല്ല വേണ്ടേ. സഭയെ അനുസരിക്കുക എന്നുള്ളതാണ്. ആ അനുസരണത്തിന്റെ ഒരു മാതൃക കൂടി എനിക്ക് ആകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറയുന്നവരോട് ഞാൻ പറഞ്ഞേക്കാം, അങ്ങനെ തന്നെയാണ് എന്നങ്ങ് വിചാരിച്ചോ. അപ്പൊ ഞാൻ അനുസരിച്ചു. അങ്ങനെ നമുക്ക് എല്ലാവർക്കും സഭയെ അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ മനോഹാരിത, സഭയുടെ ഭംഗി, ആ മനോഹാരിത നമുക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം ബിഷപ്പ് ഫ്രാങ്ക് മുളയ്ക്കൽ നേരത്തെ അങ്ങ് സൂചിപ്പിച്ചു, എങ്കിലും കുറെ കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുന്നതാണ്. പ്രത്യേകിച്ച് അങ്ങേ ഈ കുറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തനാക്കിയത് 2022 ജനുവരി മാസത്തിലാണ്. പക്ഷേ ഈ ജനുവരി മാസം 14-ാം തീയതി. പക്ഷേ ഈ രാജി നടപടികൾ ഏകദേശം 1 വർഷത്തിന് മുകളിൽ താമസമെടുത്തു. ആ ഇത്രമാത്രം ഒരു ഡിലേ എന്തുകൊണ്ട് സംഭവിച്ചു? സഡൻ ഒരു ആക്ഷൻ, അങ്ങ് നേരത്തെ പറഞ്ഞു സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുത്തത്. അപ്പോൾ കുറെ കൂടി നേരത്തെ ഈ ഒരു രാജി ആകാമായിരുന്നില്ലേ? അങ്ങനെ രീതിയിലുള്ള പല ആരോപണങ്ങളും പലരും ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. എന്തുകൊണ്ട് ഇത്ര സമയം എടുത്തു? ഈ രാജി നേരത്തെ ആകാമായിരുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. നേരത്തെ ആകാമായിരുന്നു. പക്ഷെ ഈ രാജി ഇതിന്റെ തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഇത്രയും സമയം എടുത്തത് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം ആഗോള സഭയാണ്. നമ്മുടെ കേസ് മാത്രമല്ല, എന്തെല്ലാം ഫയലുകൾ അവർക്ക് നോക്കാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വിധി വന്നതിന് ശേഷം ഞാൻ വത്തിക്കാനിലേക്ക് പോയി നമ്മുടെ രാമൻപിള്ള സാറ് പറഞ്ഞ ആ കാര്യങ്ങൾ ഞാൻ അവരെ ബോധ്യപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് അവരുടെ റൊട്ടീൻ പ്രകാരം നമ്മുടെ ഫയൽ എടുക്കുമ്പോഴാണ് അതിന്റെ ചർച്ചയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീടാണ് ഞാൻ നേരിട്ട് മാർപ്പാപ്പയെ പോയി കണ്ട് മാർപ്പാപ്പയോട് ഞാൻ താങ്ക്സ് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനും എൻ്റെ കേസിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി എന്നെ ഞാൻ സ്റ്റെപ്പ് അസൈഡ് ചെയ്യാനായിട്ട് മാർപ്പാപ്പ എൻ്റെ റിക്വസ്റ്റ് മാർപ്പാപ്പ സ്വീകരിച്ചു. ഒരു അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അപ്പോയിന്റ് ചെയ്യണമെന്നുള്ള എൻ്റെ റിക്വസ്റ്റും മാർപ്പാപ്പ അംഗീകരിച്ചിട്ടാണ് അഗ്നല്ലോ ഗ്രാസിയസ് എന്ന് പറഞ്ഞ ബിഷപ്പിനെ, റിട്ടയർഡ് ബിഷപ്പായിരുന്നു, ബോംബെയിലെ ഓക്സിലറി ബിഷപ്പായിരുന്നു, ആ ബിഷപ്പിനെ അങ്ങോട്ട് അയച്ചത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ലെറ്റർ വിട്ട ഉടനെ പിറ്റേ ദിവസം അതിന്റെ മറുപടി വരിക എന്നുള്ളത് വത്തിക്കാനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിലെ ബുദ്ധിമുട്ടുള്ളതാണ്. ഇനി ഏതെങ്കിലും ഒരു എമർജൻസി വരികയാണെങ്കിൽ, കാരണം ഞാനിപ്പോ എൻ്റെ റിക്വസ്റ്റ്, എനിക്ക് കേരളത്തിലേക്ക് പോകണം, കേരളത്തിൽ താമസിക്കണം, കേസ് ഫോളോ അപ്പ് ചെയ്യണം, വക്കീലുമാരായിട്ടുള്ള മീറ്റിങ്ങുകളുണ്ട്. അപ്പൊ ജലന്ധറിൽ നിന്ന് കേരളത്തിലേക്ക് പോയി വരിക എന്നുള്ളത് പ്രായോഗികമല്ല. അതുകൊണ്ട് വേറെ ഒരാളെ ദയവ് ചെയ്ത് അപ്പോയിന്റ് ചെയ്യേ, ഞാൻ എൻ്റെ കേസിന്റെ വിചാരണയുടെ സമയം അടുത്തു, ഞാൻ അങ്ങോട്ട്. അപ്പോ അതൊരു വലിയൊരു എമർജൻസി ആയതുകൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാൻ കേരളത്തിലേക്ക് പോവുകയാണ്, 99% അറസ്റ്റ് ഉണ്ടാകും. അതിനുശേഷം എങ്ങനെ പോകും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്നെ മാറ്റി അവിടെ വേറൊരു ബിഷപ്പിനെ, അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്നത് ആയിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ ആ ഏർജൻസി കണക്കിലെടുത്തുകൊണ്ടാണ് 3-4 ദിവസത്തിന്റെ ഉള്ളിൽ ആ അപ്പോയിന്റ്മെന്റ് വന്നത്. പക്ഷെ ഈ കേസ് നമ്മുടെ ഈ രാജിവെക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അവര് എല്ലാം വിശദമായിട്ട് പഠിക്കണം. ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത രീതിയിൽ, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതിന്റെ ഒരു സൊല്യൂഷൻ
പല ചർച്ചകൾ നടത്തി എക്സ്പേർട്സ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള വക്കീലുമാരായിട്ടും ഞാൻ അറിയാത്ത വക്കീലുമാരായിട്ട് ജഡ്ജിമാരായിട്ടൊക്കെ മിക്കവാറും ചർച്ചകൾ നടത്തി കാണാം അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനൊക്കെ സമയമെടുക്കും. ആ സമയമെടുത്ത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് റൈറ്റ് ടൈമിൽ ആണ് ഈ രാജി നടന്നിട്ടുള്ളത്. നമുക്ക് പറയാം ഇത് കുറച്ച് നേരത്തെ ആകാമായിരുന്നു, അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ, അത് നമ്മുടെ അഭിപ്രായമാണ്. പക്ഷെ സത്യാവസ്ഥ ഇതാണ്. എനിക്ക് ഇത് ദൈവത്തിന്റെ പ്ലാൻ ആണ് എന്ന് മനസ്സിലാകുന്ന ഒരു അഷ്വറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏപ്രിൽ 21 തീയതി എന്നത് എൻ്റെ പൗരോഹിത്യത്തിന്റെ 33ാമത്തെ വാർഷികമാണ് എന്ന് ഒന്നും അവർക്കറിയില്ല. എനിക്കറിയാം. ഞാൻ അത് അവരോട് പറയുന്നുമില്ല. രാജിക്കത്ത് എഴുതി, ആ എഴുതുന്നതിൽ ഞാൻ എഴുതിയിട്ടുണ്ട്, ഐ ഹംബ്ലി പ്രയർഫുള്ളി സബ്മിറ്റ് മൈ റെസിഗ്നേഷൻ ഓൺ ദിസ് ഡേ 33rd ആനിവേഴ്സറി ഓഫ് മൈ പ്രീസ്ലി ഓർഡിനേഷൻ എന്നുകൂടെ ഞാൻ എഴുതിയിട്ടാണ് കൊടുത്തത്. അപ്പൊ ആ കറക്റ്റ് ഡേറ്റിലേക്ക് ഈ സംഭവം എത്തിയപ്പോൾ അത് എൻ്റെ വിശ്വാസം പറയുന്നു, അത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ്. കർത്താവിന്റെ 33 വർഷം എന്ന് പറഞ്ഞ പോലെ എൻ്റെയും 33 വർഷം. ജഡ്ജ്മെന്റിന്റെ കാര്യം നോക്കിയേ, 2022 ജനുവരി 14 തീയതിയാണ് ജഡ്ജ്മെന്റ് വന്നത്. സഭയില് ജനുവരി 14 തീയതി ഓർക്കുന്ന ഒരു വിശുദ്ധ മക്കാരിയൂസ്, ഈജിപ്തിലെ വിശുദ്ധ മക്കാരിയൂസ് എന്ന് പറഞ്ഞ ഒരു വിശുദ്ധന്റെ തിരുനാളാണ്. ആ വിശുദ്ധന് എതിരായിട്ടും ഒരു റേപ്പ് കേസ് ഒരു അക്യൂസേഷൻ ഇതുപോലെ വന്നിട്ട് പിന്നീട് മരിച്ചു പോയിട്ടുള്ള ആളാണ്. അപ്പൊ അതേ ഡേറ്റിലേക്ക് നമ്മുടെ കോടതിയിൽ നിന്ന് എൻ്റെ വിധിയുടെ ഡേറ്റ് വന്നപ്പോൾ അതും എനിക്ക് ഒരു അടയാളമായിരുന്നു, ഇത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ചാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ആത്മവിശ്വാസവും സന്തോഷവും നന്ദിയും ഒക്കെ. ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ്. പ്രസംഗം പറഞ്ഞ് നടന്നിട്ടുള്ള ആളാണ്. ഇനിയും ഞാൻ വിശ്വസിച്ചു കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇതിലുള്ള കാര്യങ്ങളിലുള്ള ഉറപ്പ്, ഇത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ചാണ് എന്ന് എനിക്ക് ഉറപ്പും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വളരെ സന്തോഷത്തോടും നന്ദിയോടും കൂടി നിങ്ങളെ ഒരു വിവരം അറിയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ വെച്ചത്. ഓക്കെ. മറ്റൊരു കാര്യം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, പ്രത്യേകിച്ച് വത്തിക്കാന്റെ ഒരു തീരുമാനം വന്നതിന് ശേഷം ഇന്നലെ കേരളത്തിലെ ഒരു പ്രമുഖ മുഖ്യധാര ചാനൽ അതൊരു പ്രൈം ടൈം ഡിബേറ്റ് ആക്കി മാറ്റി. കേരളത്തെ ബാധിക്കുന്ന മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ ഇല്ലേ എന്നൊരു ചോദ്യം അവിടെ ഉയരുന്നുണ്ട്. പക്ഷെ ആ ഒരു ചർച്ചയിൽ ഒരു മുൻ സന്യാസിനി ജസ്മി എന്ന വ്യക്തി അങ്ങയുടെ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ഒരു ആരോപണം ഉന്നയിച്ചത്, ഈ ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ഒരു ബന്ധം അത് ഭരണഘടനാ വിരുദ്ധമല്ല, അതുകൊണ്ട് കോടതി വെറുതെ വിട്ടു. പക്ഷെ സഭയുടെ കണ്ണിൽ അത് വലിയൊരു തെറ്റാണ്, അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടപടി എടുത്തത് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിനുള്ള അങ്ങയുടെ മറുപടി? ആരോപണം ആർക്കും ഉന്നയിക്കാം, എന്തും പറയാം. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് അതിനെക്കുറിച്ചൊക്കെ ഒരു കോളേജിൽ പ്രിൻസിപ്പളൊക്കെ ആയിരുന്ന ആളല്ലേ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് പറഞ്ഞിരുന്നെങ്കിൽ പൊതുസമൂഹത്തിൽ വിഡ്ഢിയാകില്ലായിരുന്നു. അതിന് കാരണം ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കെതിരെ പരാതി കൊടുത്ത കന്യാസ്ത്രീ പറഞ്ഞിട്ടില്ല, ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ കന്യാസ്ത്രീക്ക് ഇല്ലാത്ത പരാതി മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് അവരുടെ അനുഭവം വെച്ച് പറയുന്നതാ. അത് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു, അത് അവരുടെ സ്വാതന്ത്ര്യമാണ്, കുഴപ്പമില്ല. സാധാരണഗതിയിലെ ഒരു വിധി, ഇങ്ങനത്തെ കേസിന്റെ ഒരു വിധി എന്ന് പറയുമ്പോൾ ഒരു 80-90 പേജാണ് ഉണ്ടാകുക. പക്ഷേ എൻ്റെ വിധി 289 പേജാണ്. അതിന് ഒരുപക്ഷെ കാരണമായത് 105 ദിവസത്തെ വിചാരണയാണ് ഞാൻ നേരിട്ടത്. 105 ദിവസം. അതിൽ രേഖകളും സാക്ഷിമൊഴികളും എല്ലാം പരിശോധിക്കണം. അപ്പോ അത്രയും ഇത് പരിശോധിച്ചതിന് ശേഷം 289 പേജുള്ള വിധി ആർക്കും വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ആ വിധിയിൽ പോലും ഉഭയകക്ഷി സമ്മതത്തെ കുറിച്ച് ഒരു പരാമർശവുമില്ല. എന്നിട്ടും വിദ്യാഭ്യാസമുണ്ട് എന്ന് അവകാശപ്പെടുന്നവരും വിവരമുള്ളവരാണ് എന്ന് അവകാശപ്പെടുന്നവരും ഒരു ചർച്ചയിൽ വന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാം, ഒരാളെ അപമാനിക്കാം, അവഹേളിക്കാം, അതിലൊന്നും പ്രശ്നമില്ല. ഇനി ഒരു 376 റേപ്പ് കേസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കേസിൽ പ്രതിക്ക് ഒന്നും പറയാനില്ല. കാരണം സാധാരണഗതിയിലുള്ള ഒരു പ്രതി നുണയല്ലേ പറയുള്ളൂ. അപ്പൊ പ്രതിയോടല്ല ചോദിക്കുന്നത്. അപ്പോൾ
കോടതി പിന്നെ എന്താണ് പരിശോധിക്കുന്നത്? 376 നിയമപ്രകാരം ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മൊഴി 100% തെളിവായി കണക്കാക്കി നടപടികൾ ആരംഭിക്കണമെന്നാണ് കോടതി പറയുന്നത്. ഒരു സ്ത്രീയുടെ ആരോപണം, എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരൊറ്റ വാചകം, ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള മുറിവ് എങ്ങനെ കോടതിയിൽ അസന്നിഗ്ധമായ തെളിവാണോ അതേ സ്റ്റാറ്റസിലാണ് ഈ മൊഴി കോടതി പോലീസും എടുക്കുന്നത്. അപ്പോ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ അത് 100% തെളിവായിട്ട് എടുത്ത് കേസ് അന്വേഷണം ആരംഭിക്കണം എന്ന് വിചാരിച്ചിട്ട് 100% തെളിവാണ് എന്ന് ഒരു അന്തിമ വിധി അല്ലാതെ, അങ്ങനെയാണെങ്കിൽ പിന്നെ കോടതിയുടെ ആവശ്യമില്ലല്ലോ. ഒരു ആരോപണം വന്നാൽ ഉടനെ തന്നെ ആളെ പിടിച്ച് ജയിലിട്ടാ പോരെ. അതല്ല സുപ്രീം കോടതി പറയുന്നത്. സുപ്രീം കോടതി പറയുന്നത് ഇങ്ങനെ 100% തെളിവായിട്ട് നമ്മൾ അത് കണക്കാക്കുന്നുണ്ടെങ്കിലും ഗോസ്പൽ ട്രൂത്ത് ആയി അത് അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് വിചാരണയിൽ കൃത്യമായിട്ട് പരിശോധിക്കണം. ഈ കന്യാസ്ത്രീ പറയുന്നത്, ഈ ആരോപിച്ച എര എന്ന് പറയുന്ന ആൾ പറയുന്നത് സത്യമാണോ എന്ന് പരിശോധിക്കാനാണ് കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോ എൻ്റെ ഈ കേസിൽ ഞാൻ വിടുതൽ ഹർജിക്ക് പോയായിരുന്നു. വിടുതൽ ഹർജിക്ക് പോകാൻ കാരണം 227 വകുപ്പ് പ്രകാരം ഒരു പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തോന്നിയാൽ വിചാരണ കൂടാതെ വിടുതൽ കൊടുത്ത് വിമുക്തമാക്കണം എന്നാണ് നിയമം. അപ്പോ നമ്മുടെ കയ്യിലുള്ള നമുക്ക് കയ്യിലുള്ള കുറ്റപത്രം, ആ കുറ്റപത്രത്തിൽ ഉള്ള കുറ്റപത്രം എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ശേഖരിച്ചിട്ടുള്ള തെളിവുകള്, രേഖകള് എന്തൊക്കെയാണോ അവരുടെ കയ്യിലുള്ളത് അത് മുഴുവൻ ഒരു നിമിഷം ബിഷപ്പ് അങ്ങ് കുറ്റപത്രത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ കേസിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ 2018 അങ്ങ് അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു കേസ് വന്ന ഒരു ഘട്ടം, അറസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഘട്ടം, പിന്നീട് വിചാരണ വേളയിലൊക്കെയുള്ള ഘട്ടം, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ ഉഭയകക്ഷി സമ്മതപ്രകാരം അത്തരത്തിലുള്ള ഒരു ബന്ധം നടന്നു എന്ന് അങ്ങ് പോലീസിനോട് പറഞ്ഞു, അല്ലെങ്കിൽ കോടതിയിൽ പറഞ്ഞു എന്ന് പലരും ആരോപിക്കുന്നുണ്ട്. അതിലെ വാസ്തവം എന്താണ്? അത്തരത്തിൽ എന്തെങ്കിലും? അത് പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം എന്ന് പറഞ്ഞാൽ ശുദ്ധ പച്ചക്കള്ളം. ഇത് ആദ്യം ഈ വാർത്ത വരുന്നത് തൃപ്പൂണിത്തറയിൽ സെപ്റ്റംബർ 19, 20, 21 തീയതികളില് എന്നെ ചോദ്യം ചെയ്യാനായിട്ട് പഞ്ചാബിൽ നിന്ന് വിളിച്ചു വരുത്തി. ആ 3 ദിവസങ്ങളിൽ ആദ്യത്തെ ദിവസവും രണ്ടാമത്തെ ദിവസവും ഒന്നും അവർക്ക് കയ്യിൽ കിട്ടാതെ വന്നപ്പോൾ മാധ്യമങ്ങൾ പടച്ചുവിട്ട കഥയാണ് ഉഭയസമ്മതം എന്നുള്ളത്. ഈ കന്യാസ്ത്രീക്ക് പോലും ഉഭയകക്ഷി സമ്മതം എന്നുള്ള പരാതി ഇല്ലാതിരിക്കെ മറ്റുള്ളവരെ ഇതിന് ഇത്രയും പ്രചുര പ്രചാരം കൊടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, കോടതിയിൽ തോറ്റാലും ബിഷപ്പിനെ പുറത്താക്കണം. അപ്പോ അതിനുവേണ്ടിയാണ് സൈഡ് ബൈ സൈഡ് ഒപ്പം അവർ ഈ ഉഭയകക്ഷി പ്രകാരം സംഭവിച്ചു, ബിഷപ്പ് അത് സമ്മതിച്ചു എന്ന് മാധ്യമങ്ങളിലൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. ഇനി ഉഭയസമ്മത പ്രകാരം ഞാൻ അങ്ങനെ സംഭവിച്ചു എന്ന് ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ കേസ് അവിടെ നിൽക്കും, കോടതിയിൽ ഞാൻ കേസ് ജയിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ കോടതിയിൽ കേസ് ജയിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്ക് വേണ്ടത് സത്യം കോടതി തിരിച്ചറിയണം, അതിനെ കോടതിയെ സഹായിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ദൗത്യം. അതാണ് ഞാൻ ചെയ്തത്. അപ്പോ ഈ വിടുതൽ ഹർജിയുടെ കാര്യം ഞാൻ പറഞ്ഞതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിടുതൽ ഹർജി കൊടുത്തപ്പോൾ എൻ്റെ ഹർജി അവർ തള്ളിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഹൈക്കോടതിയിൽ പോയി, അവിടെയും തള്ളി. സുപ്രീം കോടതിയിലും പോയി, അവിടെയും തള്ളി. അപ്പൊ അത് തള്ളാനുണ്ടായ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കോടതി എടുത്ത സ്റ്റാൻഡ് എരയുടെ മൊഴികളിൽ ഡിസ്ക്രിപ്പൻസികൾ ഉണ്ടെങ്കിൽ, വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് പരിശോധിക്കേണ്ടത് വിചാരണയുടെ സമയത്താണ്. വിചാരണ വെച്ചിരിക്കുന്നത് അതിനാണ്. കന്യാസ്ത്രീ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് പരിശോധിക്കാനാണ് വിചാരണ. അതുകൊണ്ട് ആ സ്റ്റേജിലേക്ക് വരാതെ അതിനു മുമ്പ് പരാതി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതെനിക്ക് സുപ്രീം കോടതിയിൽ നിന്നും നമ്മുടെ വിടുതൽ ഹർജി തള്ളിപ്പോയപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ മറ്റു വക്കീലുമാരും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഓക്കെ, നോ പ്രോബ്ലം, എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ട്രൈ ചെയ്തു. ഈ 227 വകുപ്പ് പ്രകാരമാണ് ഈ വിടുതൽ ഹർജിയുടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 228 വകുപ്പിൽ പറയുന്നത് പ്രഥമ ദൃഷ്ട്യാ കേസ് ഉണ്ടെങ്കിൽ ചാർജസ് ഫ്രെയിം ചെയ്ത് വിചാരണ പ്രൊസീഡ് ചെയ്യാം എന്നുള്ളതാണ് 228 വകുപ്പ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ എരയുടെ മൊഴി തന്നെ പ്രഥമ ദൃഷ്ട്യാ തെളിവാണ്.
അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു റേപ്പ് കേസിൽ വിടുതൽ ഹർജി കൊടുക്കാൻ സാധിക്കില്ല, വിടുതൽ കൊടുക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി. അതിനുശേഷമാണ് നമ്മൾ വിചാരണയിലേക്ക് കയറിയിട്ട് വിചാരണ 105 ദിവസത്തെ വിചാരണ. അവർക്ക് 83 സാക്ഷികൾ ഉണ്ടായിരുന്നു. 39 സാക്ഷികളും പൊട്ടിപ്പാളീസായപ്പോൾ ബാക്കിയുള്ളവരെ കൊണ്ടുവരാനായിട്ട് അവർ ധൈര്യപ്പെട്ടില്ല. അല്ലെങ്കിൽ ഒരു ബിഷപ്പ് ബലാത്സംഗം ചെയ്തു എന്ന് തെളിയിക്കാനായിട്ട് 83 സാക്ഷികളുടെ പട്ടിക കോടതിയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ 83 പേരെയും കൊണ്ടുവരാനായിട്ട് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ. അവർ 39 സാക്ഷികളെ കൊണ്ടുവന്നതിന് ശേഷം ഇനി ഞങ്ങൾ ആരെയും വിസ്തരിക്കുന്നില്ല, ആരെയും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ 313 വകുപ്പ് പ്രകാരം കോടതിക്ക് എനിക്കെതിരെ, ഒരു പ്രതിക്കെതിരെ വന്നിട്ടുള്ള തെളിവുകൾ എല്ലാം, സാക്ഷിമൊഴികൾ എല്ലാം പ്രതിയോട് ചോദിച്ച് അതിന്റെ ഉത്തരം ആരായണം എന്നുള്ള ആ വകുപ്പ്. അങ്ങനെ 313 വകുപ്പ് പ്രകാരം കോടതി എന്നെ ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ അന്ന് വരെ ഞാൻ പ്രതിക്കൂട്ടിലാണ് നിന്നതെങ്കിൽ ഈ ചോദ്യം ചെയ്യുന്നതിന് ജഡ്ജിയുടെ അടുത്ത് ചെന്ന് നിൽക്കണം. അങ്ങനെ അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ഒരു 20-25 മിനിറ്റ് നേരം വേണമെങ്കിൽ ഒരു 10-20 ചോദ്യങ്ങൾ ചോദിക്കും. നമ്മൾ അതിന് സത്യസന്ധമായിട്ട് ഉത്തരം പറയാം. അതനുസരിച്ച് കോടതി ആ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യും. പക്ഷേ ഞാൻ പോലും സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം എന്നോട് ചോദിച്ചത് 491 ചോദ്യങ്ങളാണ്. കോടതി എന്നോട് നേരിട്ട്, വേറെ വക്കീലിനോ ആർക്കും ഇടപെടാൻ പറ്റില്ല. എന്നോട് വക്കീൽ പറഞ്ഞിരുന്നു, പിതാവേ, എല്ലാം പിതാവിന്റെ കയ്യിലാണ്. പിതാവിന്റെ മറുപടിയിൽ നിന്ന് ഏതെങ്കിലും വിധത്തില് ഇത് റേപ്പ് നടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചെറിയൊരു സംശയം തോന്നിയാൽ ശിക്ഷ ഉറപ്പാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിതാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് വേണം ഉത്തരം കൊടുക്കാനായിട്ട്. അങ്ങനെ ഞാൻ ചെന്ന് 491 ചോദ്യങ്ങൾ ഏകദേശം 5.5 മണിക്കൂർ എടുത്തിട്ടാണ് ചോദിച്ചത്. അപ്പൊ അത്രയും വിശദമായിട്ട് ഒരു വിചാരണ നടന്നതുകൊണ്ടും ഈ കാര്യങ്ങളൊക്കെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടുത്താനുള്ളത് കൊണ്ടുമാണ് 289 പേജുള്ള വൊളൂമിനസ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വന്നത്. മാത്രമല്ല, പ്രമാദമായിട്ടൊരു കേസായതുകൊണ്ടും പലർക്കും ഇതിൽ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടും ഈ വിധി വിശകലനം ചെയ്യപ്പെടും എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഒരു കാര്യം മറച്ചു വെക്കാതെ കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അത് ചാപ്റ്റർ വൈസ് ഹെഡിങ് കൊടുത്തിട്ടാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. ആ ചർച്ചയുടെ അന്തിമഘട്ടത്തിൽ ജഡ്ജ്മെന്റ് ഈ ഇര പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. 1. 2, ഇര മറ്റുള്ള ഇൻട്രസ്റ്റുകളുള്ള, അതായത് ദ വിക്ടിം ഈസ് സ്വെയ്ഡ് ബൈ സം പീപ്പിൾ വിത്ത് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് ജഡ്ജ്മെന്റിൽ എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരുടെ സ്വാധീനം ഉണ്ട് എന്നും കൂടെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും വിശദമായിട്ട് വിശകലനം ചെയ്തതിന് ശേഷം വന്ന ഒരു ജഡ്ജ്മെന്റ് ആണ്. ഇനി അപ്പീലിന് പോകും. അപ്പീലിൽ എന്താ നോക്കേണ്ടത്? അപ്പീലില് ഈ എര പറഞ്ഞിട്ടുള്ള കാര്യം ഇനി അപ്പീൽ വഴി അവരാണ് തെളിയിക്കേണ്ടത്. ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിയിക്കേണ്ട ചുമതല അവർക്കാണ്. അപ്പൊ അത് ഇനി പുതിയ വിചാരണയൊന്നുമില്ല. ജഡ്ജ്മെന്റ് അനലൈസ് ചെയ്തിട്ട് അതിന്റെ വിധി വരും. അതിന് 8, 9, 10 കൊല്ലം വരും. ഞാൻ വളരെ സമചിത്തതയോടുകൂടി ആത്മവിശ്വാസത്തോടു കൂടി കാത്തിരിക്കുകയാണ്. അത് വരുമ്പോൾ വരട്ടെ. ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് അതും നടന്നു പോകട്ടെ. പക്ഷെ എനിക്ക് എൻ്റെ ആഗ്രഹം സുപ്രീം കോടതിയിൽ നിന്നും അതിൻ്റെ ഒരു വിധി വരട്ടെ. കാരണം യാതൊരു വിധത്തിലുള്ള സംശയവും ആർക്കും ഉണ്ടാകരുത്. അപ്പോ കോടതിയാണല്ലോ ഇതെല്ലാം പരിശോധിക്കാനുള്ള സാഹചര്യവും ഇൻസ്ട്രുമെന്റ്സും ഉള്ളത്. അപ്പൊ കോടതി അതെല്ലാം പരിശോധിച്ചിട്ട് പൂർണ്ണമായിട്ടുള്ള ഒരു കുറ്റവിമുക്തി എനിക്ക്, അല്ലെങ്കിൽ കീഴ്ക്കോടതി എനിക്ക് തന്ന കുറ്റവിമുക്തി സുപ്രീം കോടതി വരെ അംഗീകരിച്ച് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേക്കുറിച്ച് എനിക്ക് ഒരു അങ്കലാപ്പുമില്ല, ഒരു വ്യാകുലതകളുമില്ല, ആകുലതകളുമില്ല. വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഇപ്പോ ആ ദിവസം വരെ ഞാൻ ഫ്രീ ആണ്. എനിക്ക് വളരെ എന്താ പറയുന്നത്, ടോട്ടലി ഫ്രീ. ഇനി എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒരു ബിഷപ്പ് എന്നുള്ള നിലയിൽ എനിക്ക് സാവകാശമുണ്ട്. എൻ്റെ കാര്യങ്ങൾ എനിക്ക് വേണ്ട രീതിയിൽ ചെയ്തു തീർക്കാനുള്ള സമയമുണ്ട്. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു കാര്യത്തിൽ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു പോർഷൻ അങ്ങ് പരാമർശിച്ചിരുന്നു.
ഉണ്ട്. ആരായിരിക്കാം അങ്ങേക്ക് എതിരെ ഈ ഒരു കേസ് കൊടുത്തതിൽ, അല്ലെങ്കിൽ അങ്ങേക്കെതിരെ ഈ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചതിൽ ആരായിരിക്കാം പിന്നിൽ? പ്രത്യേകിച്ച് ജലന്ധർ രൂപതയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് രൂപതയുടെ ഒരു അജപാലനപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, രൂപതയുടെ ആ ഒരു പ്രദേശത്തിന്റെ സാമൂഹ്യമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, സാമൂഹ്യ തിന്മകൾക്കൊക്കെ എതിരെ ശക്തമായിട്ട് പ്രവർത്തിച്ചിരുന്നു, പ്രത്യേകിച്ച് ലഹരി പോലുള്ള വിഷയങ്ങളിൽ. ആരായിരിക്കാം അങ്ങേ ഇത്രത്തോളം ഉപദ്രവിക്കാൻ ഇടയായ ഒരു ഗൂഢശക്തി? കോടതി വിധിയിൽ തന്നെ കുറച്ച് ആളുകളുടെ പേരുണ്ട്. ഞാൻ ആരുടെയും പേര് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് നടന്നിട്ടുള്ളതാണ്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള റോളുണ്ട്. എല്ലാ വർഷവും നമ്മൾ ദുഃഖ വെള്ളിയാഴ്ച ആചരിക്കുമ്പോൾ പീലാത്തോസിന്റെ റോള് കളിച്ചവരുണ്ട്, യൂദാസിന്റെ റോള് കളിച്ചവരുണ്ട്. അത്ഭുതങ്ങൾ കണ്ട് ബോധ്യപ്പെട്ട മനുഷ്യര് അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞ ആ റോള് കളിക്കുന്നവരുണ്ട്. ഈശോയ്ക്ക് ഈശോയുടെ റോളുണ്ട്, ഷെമയോന്റെ റോള്, മാതാവിന്റെ, മഗ്ദലന മറിയത്തിന്റെ റോളുണ്ട്. അപ്പോ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലെ ഇതുപോലെയുള്ള പലരുടെയും ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകും. നമ്മൾ അതിന് അങ്ങനെ കണ്ടാൽ മതി. ഞാൻ ആരെയും കുറ്റം വിധിക്കുന്നില്ല. അവർ ചെയ്തത് ശരിയായില്ല എന്നോ അവർ ചെയ്തത് എന്താണെന്നോ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് ഉപദ്രവം നേരിട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ അത് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പോ അത് അത് ആ ഉപദ്രവങ്ങളൊക്കെ തീർച്ചയായിട്ടും അതുവഴി പല വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതൊന്നും എന്നെ കീഴ്പ്പെടുത്താനായിട്ട് ഞാൻ അനുവദിച്ചിട്ടില്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, വിശ്വാസത്തിൽ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാനുണ്ടായിട്ടുള്ളത്. എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങൾ ഉണ്ടാകും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ടും. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ തിളക്കം എന്ന് പറയുന്നത് തന്നെ സഹനങ്ങളെ എങ്ങനെ നമ്മൾ നേരിടുന്നു എന്നുള്ളതാണ്. പാതുരപ്പിയോ പറയുന്ന ഒരു കാര്യമുണ്ട്, സഹനങ്ങളെ പുഞ്ചിരിയോടെ ആശ്ലേഷിക്കുക. സഫർ സൈലന്റ്ലി ആൻഡ് സ്മൈൽ. ഞാൻ അത് എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമാണ്. അങ്ങയുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ അങ്ങ് കടന്നു പോകുന്നു. 57-ാം വയസ്സിൽ ബിഷപ്പ് എമിരിറ്റസ് ആകുന്നു. ഒപ്പം അങ്ങ് നേരത്തെ 59. 59. ഓക്കെ. 59-ാം വയസ്സിൽ ബിഷപ്പ് എമിരിറ്റസ് ആകുന്നു. ഒപ്പം അങ്ങ് വളർത്തി വലുതാക്കിയ ജലന്ധർ രൂപത, 15 വയസ്സ് മുതൽ അങ്ങേക്ക് ജലന്ധർ രൂപതയുമായി വലിയൊരു ബന്ധമുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ജലന്ധർ രൂപതയോട് യാത്ര പറയുന്നു, ഒരു ബിഷപ്പ് എമിരിറ്റസ് ആകുന്നു. മനസ്സിൽ വലിയ രീതിയിലുള്ളൊരു വിഷമം തോന്നുന്നുണ്ടോ? ഒരു വിഷമവും എൻ്റെ മനസ്സിലില്ല. സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ത്യാഗം ചെയ്യുന്നത് ജലന്ധർ രൂപതയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. എത്രയോ ആളുകൾ പഞ്ചാബിൽ നിന്ന് എന്നെ വിളിച്ചു. ഞാൻ അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ വഴി മാറിയാൽ മാത്രമേ നമുക്ക് ഒരു ബിഷപ്പിനെ കിട്ടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വഴി മാറിയില്ലെങ്കിൽ എനിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ എല്ലാം ബ്ലോക്കായിട്ട് കിടക്കുകയും ചെയ്യും. അതുകൊണ്ട് സഭയുടെ നന്മ നോക്കിയാൽ ഞാൻ വഴി മാറിക്കൊടുത്താൽ അവിടെ പുതിയൊരു ബിഷപ്പിനെ വരാൻ സാധിക്കും. ആ ബിഷപ്പിനെ ദൈവം നയിക്കുന്നത് പോലെ രൂപതയെ കെട്ടിപ്പടുക്കാനും ശക്തിപ്പെടുത്താനും ഒക്കെ സാധിക്കും. നമ്പർ 1. നമ്പർ 2, എനിക്ക് മുമ്പും രൂപതയുണ്ടായിരുന്നു, എനിക്ക് ശേഷവും രൂപതയുണ്ടായിരിക്കും. കുറച്ച് വർഷങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നും വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു, അടുത്ത നിമിഷത്തിൽ ഞാൻ ഉണ്ടാകുമോ, എൻ്റെ ശരീരത്തിൽ ശ്വാസം ഉണ്ടാകുമോ, ജീവൻ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇത്ര പ്രായമായിട്ടുള്ളൂ, ഇനിയും നമുക്ക് പ്രായമുണ്ടാകും, അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തതൊക്കെ ബാലിശമാണ്. അതേസമയം എനിക്ക് ദൈവം ഏൽപ്പിച്ച സമയത്ത് ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും, എന്നെ കൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അതിൽ ഒരു റിഗ്രറ്റും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഞാൻ ഒരു വൈദികനായിരുന്ന സമയത്തും കഠിനാധ്വാനം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അച്ഛനായ സമയത്ത് എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ 12 വില്ലേജിലാണ് നമ്മുടെ കത്തോലിക്ക കുടുംബങ്ങൾ ഉണ്ടായിരുന്നത്. അത് 7 വർഷം കൊണ്ട് 102 വില്ലേജുകളിലെ കത്തോലിക്ക കുടുംബങ്ങൾ ഉണ്ടാകുന്നത് ദൈവം എനിക്ക് കാണിച്ചു തന്നു. ഇന്ന് ആ ഏരിയയില് വളരെ ശക്തമായിട്ടുള്ള 4 ഇടവകകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബിഷപ്പായ സമയത്ത് ജലന്ധർ രൂപതയുടെ എല്ലാ ശക്തികളും, പ്രത്യേകിച്ച് സാമ്പത്തിക ശക്തി, അവിടുത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാക്സിമം ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ചരിതാർത്ഥ്യമുണ്ട്. അപ്പൊ ഞാനിപ്പോ ചെയ്ത കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താണ് ചെയ്തത്, എന്താണ് ചെയ്യാത്തത് എന്ന് ഒക്കെ വിധിക്കേണ്ടത് ദൈവമാണ്. അത് ഞാൻ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജലന്ധർ രൂപതയിൽ നിന്ന് മാറി നിൽക്കുന്നതിന് എനിക്ക് യാതൊരു വിഷമവും ഇല്ല. അതുപോലെ തന്നെ ഞാനിപ്പോ എനിക്ക് എൻ്റെ ജീവിതത്തില്
എനിക്കൊരു ക്രൗൺ എന്ന് പറയാൻ എനിക്ക് കിട്ടുന്നത് ബിഷപ്പ് എമിരിത്തുസ് ഓഫ് ജലന്ധർ എന്നുള്ളതാണ്. ജലന്ധർ രൂപതയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മാതാപിതാക്കളോട് പോലും മല്ലിട്ട് ഞാൻ ജലന്ധറിൽ പോയത്, അവിടെ അച്ഛനായത്, അവിടെ ജോലി ചെയ്തത്. അപ്പോൾ ജലന്ധർ രൂപതയിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുന്നു, ഞാൻ രാജിവെച്ച് മാറുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സന്തോഷം, ഒരു എക്സ്ട്രാ ജോയ് എനിക്ക് ഉണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത് തീർച്ചയായിട്ടും എനിക്ക് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ് ടൈറ്റിൽ. ഓക്കെ, അങ്ങയുടെ ഭാവി പരിപാടികൾ എങ്ങനെയാണ്? ഏത് പ്രദേശത്ത് അങ്ങയുടെ ശുശ്രൂഷകൾ കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് വചന പ്രഘോഷണം പോലുള്ള മേഖലയിലേക്ക് കൂടുതൽ ആ ഒരു മേഖലയിൽ കൂടുതൽ ശക്തമായി ശുശ്രൂഷ ചെയ്യാനാണോ, അതോ മറ്റെന്തെങ്കിലും പദ്ധതികൾ മനസ്സിലുണ്ടോ ഈ ഒരു ഘട്ടത്തിൽ? ഈ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച്, കാരണം ഞാൻ രാജിക്കത്ത് കൊടുത്തതിന് ശേഷം എനിക്ക് ഏകദേശം ഒരു 1.5 മാസം ഉണ്ടായിരുന്നു. ഏപ്രിൽ 21 ഞാൻ കൊടുത്തു, മെയ് കഴിഞ്ഞ് ജൂൺ 1 തീയതിയാണ്. അപ്പൊ ഈ സമയം അത്രയും ഞാൻ ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഫ്രീ ആയതുകൊണ്ട് ദിവസവും ഒരു 6-7 മണിക്കൂർ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരുന്ന് യേശുവിന്റെ സാന്നിധ്യം എനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ ഇരുന്ന് ഞാൻ യേശുനാഥനായിട്ട് ഞാൻ സംസാരിക്കും, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയും. എന്നിട്ട് എൻ്റെ മനസ്സിലേക്ക് ഈശോ തോട്ട്സ്, വിചാരങ്ങൾ കടത്തിവിടും. ആ വിചാരങ്ങളിൽ ഏതാണ് ഈശോ കടത്തിവിടുന്ന വിചാരം എന്ന് അറിയാനുള്ള ബാധ്യത എനിക്കുണ്ട്. അങ്ങനെ ഞാൻ ഈശോയോട് ചോദിച്ചപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഭാവിയെക്കുറിച്ചൊന്നും നീ ആകുലപ്പെടേണ്ട, സമയത്ത് ഞാനത് നിനക്ക് വെളിപ്പെടുത്തി തരും. ആ ഒരു സന്ദേശം എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ ഒരു പുതിയ ഒരു പാത വെട്ടി തുറക്കാനൊന്നും പ്ലാനില്ല. ആദ്യം എൻ്റെ മനസ്സിലേക്ക് വന്നത് ഒരു പ്രിസൺ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തെങ്കിലോ എന്നുള്ളത്. അത് ഞാൻ പലരുമായിട്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. അപ്പൊ നമ്മുടെ അപ്പീൽ നിൽക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടുന്നത് വിവേകമായിരിക്കില്ല എന്ന ഉപദേശം കിട്ടിയതുകൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. പിന്നെ ബാക്കി എന്നെ ദൈവം വളർത്തിയത്, എനിക്ക് തന്നിട്ടുള്ള ടാലന്റുകൾ, എൻ്റെ കഴിവുകൾ, അത് ദൈവത്തിനറിയാം. അപ്പൊ അതനുസരിച്ച് എൻ്റെ മുമ്പിൽ വാതിൽ തുറന്നു വരുമ്പോൾ അതുമായിട്ട് സഹകരിച്ചു പോകുക എന്നുള്ളതാണ്. ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല പ്രധാനം. അത് പ്രധാനമാണെങ്കിൽ തന്നെ അതിന് പ്രൈം ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. എന്താണ് ഇമ്പോർട്ടൻ്റ്? ഞാൻ എന്തായിരിക്കുന്നു എന്നുള്ളതാണ്. വാട്ട് ഐ ആം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വാട്ട് ഐ ഡു. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതത്തിലൂടെയുള്ള സാക്ഷ്യം. അപ്പോൾ സഹിക്കാൻ കിട്ടിയ ഈ അവസരമൊക്കെ അതിന് ദൈവം എന്നെ ഒരുക്കിയതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് തീർക്കുക, അതിനൊന്നും അല്ല ഇപ്പോൾ എൻ്റെ ആ ഒരു സമയം ഉണ്ടായിരുന്നു, ഞാനത് ചെയ്തു. ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തായിരിക്കണം? ഈശോയുടെ കൂടെ ആയിരിക്കുക, ഈശോയുമായിട്ടുള്ള ആ സുഹൃത്ത് ബന്ധത്തിൽ ആഴപ്പെടുക, അതിൽ ആഴപ്പെട്ട് എനിക്ക് പറ്റാവുന്ന ദൈവം ആവശ്യപ്പെടുന്ന മിനിസ്ട്രികൾ എനിക്ക് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, ആർക്കെങ്കിലും എൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ആ സഹായം തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടി കൊടുക്കാൻ സാധിക്കും. പക്ഷെ കൂടുതൽ സമയം ഈശോയുടെ കൂടെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷം കേസ് തുടങ്ങിയ ആ സമയം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ സമയം ഈശോയുടെ കൂടെ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഇരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കത് നല്ല സ്വാദുണ്ട്, ഒരു മടുപ്പില്ല. ആൻഡ് ഐ റിയലി എൻജോയ് ദാറ്റ് ടൈം. അങ്ങക്കെതിരെ ഈ സഭയുടെ ഉള്ളിൽ തന്നെ ചിലർ ഉന്നയിക്കുന്ന ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു ആരോപണം, ആ ഒരു ആരോപണമാണ് ഞാനിപ്പോൾ അങ്ങയോട് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ജലന്ധർ രൂപതാധ്യക്ഷനായിരുന്ന കാലഘട്ടത്തിൽ അങ്ങ് അഹങ്കാരിയാണ്, പ്രത്യേകിച്ച് അധികാര ഭ്രമം ഭയങ്കര തലയ്ക്ക് പിടിച്ച വ്യക്തിയാണ്. ആ ഒരു വ്യക്തിക്ക് കിട്ടിയ ഒരു ശിക്ഷയാണ്, ജീവിതത്തിൽ കിട്ടിയ ഒരു ശിക്ഷയാണ് ഇത്തരം ഒരു പരീക്ഷണ ഘട്ടം അല്ലെങ്കിൽ ഇത്തരം ദുരനുഭവങ്ങൾ എന്ന് സഭയുടെ ഉള്ളിൽ തന്നെയുള്ളവർ ആരോപിക്കുന്നുണ്ട്. ആ ഒരു ആരോപണങ്ങളെ താങ്കൾ എങ്ങനെ കാണുന്നു? ആ ആരോപണത്തെ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വീകരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ അധികാരത്തിന്റെ ഭ്രാന്ത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ വിലയിരുത്തേണ്ടത് ദൈവമാണ്, പഞ്ചാബിലെ ആളുകളാണ്. സത്യം വിട്ട ഒരു കാര്യം ഞാൻ ചെയ്യാൻ സമ്മതിക്കില്ല, നീതി വിട്ട ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല.
തീരുമാനങ്ങൾ, പാവപ്പെട്ടവർക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുക്കണം. അത് ശക്തമായിട്ടുള്ള തീരുമാനങ്ങളാകുമ്പോൾ അതിൽ വിയോജിപ്പുള്ളവരുണ്ടാക്കാം. അതിന് അഹങ്കാരമെന്നും അധികാരഭ്രമമെന്നും ധാർഷ്ട്യമെന്നും ഒക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എനിക്കതിൽ വിഷമമൊന്നുമില്ല. കാരണം അവർ കാണുന്നത് ആ രീതിയിലായിരിക്കാം. അതിന് എനിക്ക് കുഴപ്പമില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് സ്വയം വിചിന്തനം നടത്തിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയാം. ഒരു മനുഷ്യന് എളിമയുണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ആ മനുഷ്യനെ അപമാനിക്കുക, അവഹേളിക്കുക എന്ന് അപ്പോൾ ശരിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ആ മനുഷ്യന് എളിമയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പബ്ലിക് ഹ്യൂമിലിയേഷൻ ആൻഡ് ഇൻസൾട്ട് ഈസ് എ സൈൻ of or is a tool to test whether a person is humble or not. പിന്നെ നമ്മൾ എളിമയുള്ളവനാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുക, അതിനൊന്നും ഞാൻ പോകാറില്ല. എന്നെ ഏൽപ്പിച്ച ജോലികൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തീർക്കുക എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പൊ എന്നോട് എന്തെങ്കിലും ഒക്കെ ഒന്ന് കണ്ടിട്ട് കുറ്റം പറയണം എന്ന് കാത്തിരിക്കുന്നവർക്ക് പല രീതിയിൽ പറയാൻ പറ്റും. പക്ഷെ അവരോടൊന്നും എനിക്ക് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അതിന് ഞാനൊരു മറുപടിയും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഓരോരുത്തർക്കും ആ ഒരു വ്യക്തിയുടെ ഒരു ടെമ്പർമെന്റ് ഉണ്ട്. ഞങ്ങളുടെ അവിടെ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്, സംസാരത്തിന്റെ രീതി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് അടിക്കാൻ തോന്നും. പക്ഷെ ആ മനുഷ്യന് എന്ത് പൊന്നുപോലെയുള്ള മനുഷ്യനാണ്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ, രൂപതയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ആ വ്യക്തി ഒരു ഹിന്ദു സഹോദരനാണ്. രാവും പകലും കണക്ക് നോക്കാതെ നമുക്ക് വേണ്ടി ജോലി ചെയ്യും. പക്ഷെ ആ വ്യക്തിയുമായിട്ട് ആദ്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളോട് ചാടിക്കേറി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന പോലെയായിരിക്കാം. അപ്പോൾ ചിലർക്ക് വളരെ സൗമ്യമായിട്ടും വളരെ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ടാകാം. വേറെ ചിലർക്ക് അവരുടെ സംസാര രീതി ഒരു പക്ഷെ ആ രീതിയിലായിരിക്കില്ല ആ വ്യക്തിയുടെ. അപ്പൊ അതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് ആണ്. അതിനെ താറടിച്ച് അല്ലെങ്കിൽ അത് ഒരു വലിയ ഒരു കാര്യമാക്കി കാണിക്കുന്നതിൽ അത് ശരിയല്ല എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. തോമസ് ലീഹ എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ അത് കണ്ട് ആ തിരുവിലാവിൽ വിരലിടാതെ ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ അതിനേക്കാൾ വലിയ ധാർഷ്ട്യമുണ്ടോ? തോമസ് ലീഹ ഇന്ത്യക്കാരനാണ്. ഞാൻ മറ്റം ഇടവകയിൽ, അതും സെന്റ് തോമസ് ഫൊറൈൻ ചർച്ചാണ്. അപ്പോ തോമസ് ലീഹായെ പോലെ വാശി പിടിക്കുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. വിശുദ്ധര് പാതിരി പിയോ ആയിക്കോട്ടെ, പാതിരി പിയോ ഒക്കെ അവിടെ അന്നത്തെ കാലത്ത് കൂടെ ജീവിച്ചിരുന്നത് അയ്യോ ഇതുപോലെയുള്ള ധാർഷ്ട്യം കുമ്പസാരം കൂട്ടുന്ന ആൾക്കാരെ ഇറക്കി വിടും. അവിടെ ഒരു കരുണയും കാണിക്കാറ്, കുമ്പസാരം കൂട്ടുന്ന ഇറക്കി വിടും. അപ്പൊ ലിയോപോൾഡ് എന്ന് പറഞ്ഞ വേറൊരു വിശുദ്ധനുണ്ട്. ഈ കുമ്പസാരം കൂട്ടുന്ന ഇറക്കി വിടുന്നവരൊക്കെ പിന്നെ ലിയോപോൾഡ് അച്ഛൻ്റെ അടുത്തേക്ക് പോവാ. അച്ഛൻ എല്ലാ പാപങ്ങളും ക്ഷമിച്ച് അവർക്ക് സമാധാനം കൊടുക്കും. പക്ഷെ പാതിരി പിയോ ചെയ്യാറില്ല. അപ്പൊ വിശുദ്ധരുടെ നല്ല നല്ല ഉദാഹരണങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ വേറെ വിശുദ്ധനെ ആയിരിക്കാം. എനിക്ക് പാതിരി പിയോ വളരെ ഇഷ്ടമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന എൻ്റെ ഈ മോതിരത്തിൽ തന്നെ പാതിരി പിയോയുടെ രക്തത്തിന്റെ ഒരു തുണി, രക്തമായിട്ടുള്ള ഒരു തുണി വെച്ച് റെലിക്ക് പോലെ ഞാൻ എൻ്റെ ഈ മോതിരത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇറ്റലിയിൽ പഠിക്കാൻ ചെന്നപ്പോൾ സാൻ ജോവാനി റൊത്തോണ്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3.5 മാസം കുമ്പസാരക്കൂട്ടൽ മിനിസ്റ്റർ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ പാതിരി പിയോയുടെ കൂടെ 24 മണിക്കൂറും ഉണ്ടായിരുന്ന ഫ്രാ മൊദസ്തീനോ എന്ന് പറഞ്ഞൊരു ബ്രദർ, ആ ബ്രദറുമായിട്ട് ഞാൻ എല്ലാ ദിവസവും പാതിരി പിയോയെ പറ്റി ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട്. സോ ഐ ഹാവ് എൻ്റെ ഒരു മോഡൽ, ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഒരു മോഡലായിട്ട് എനിക്ക് പാതിരി പിയോ ആണ്. അത് ഞാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഇനി എൻ്റെ അഹങ്കാരോ എൻ്റെ ധാർഷ്ട്യമോ ന്യായീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ഒരു വിശ്വാസത്തിലൂടെ ഞാൻ എൻ്റെ കാര്യം എന്നെ തന്നെ ഞാൻ എങ്ങനെ കാണുന്നു എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രം. ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, അവസാനമായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ, ഒരു കാര്യം കൂടി പരാമർശിക്കാതെ ഈ ഒരു അഭിമുഖം അവസാനിപ്പിക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് അങ്ങേക്കെതിരെ ഒരു കേസ് വന്നപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ അവരുടെ ഒരു മനോഭാവം, അവർ ആ ഒരു കാലഘട്ടത്തിൽ 2018-19 കാലഘട്ടത്തിൽ അവരുടെ ഒരു വാദഗതിയുണ്ട്. പ്രത്യേകിച്ച് സഭാ സംവിധാനങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, പക്ഷേ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ഇന്നലെ വത്തിക്കാന്റെ ഈ ഒരു വിധി വന്നപ്പോൾ ഈ കോടതി വിധിയെ അവർ അങ്ങേ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിയെ അവർ വിമർശിക്കുന്നു. വത്തിക്കാന്റെ ആ ഒരു വിധിയെ അവർ സ്വാഗതം ചെയ്യുന്നു.
അത്തരത്തിലുള്ളൊരു നിലപാട്. ഒപ്പം തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ അങ്ങുമായി ബന്ധപ്പെട്ടുള്ള ചാനൽ ചർച്ചകളിലൊക്കെ വളരെ അധിക്ഷേപകരമായിട്ടുള്ള പരാമർശങ്ങൾ, അപമാനകരമായിട്ടുള്ള പരാമർശങ്ങളൊക്കെ മാധ്യമങ്ങൾ പുലർത്തുന്നു. ഈ മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിരോധം മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? ഇവരുടെ ഒരു ഇരട്ടത്താപ്പിനെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ഞാൻ ഈ ആരോപണം വന്ന സമയത്ത് ഒരു മാധ്യമത്തിന്റെ ജേർണലിസ്റ്റ് ജലന്ധർ രൂപതയുടെ ബിഷപ്സ് ഹൗസിന്റെ അടുത്ത് നിന്ന് വളരെ വാചാലനായി വൈകാരികമായി റിപ്പോർട്ട് ചെയ്യാണ്. ആ റിപ്പോർട്ട് ചെയ്തത് പഞ്ചാബ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, പ്രതിഷേധത്തിന്റെ അലയടികൾ എങ്ങും കാണാം എന്നൊക്കെ പറഞ്ഞ് വളരെ വാചാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനത് ഈ ചാനലിൽ ഞാൻ കണ്ടു. അപ്പൊ ആള് അന്ന് പഞ്ചാബ് വിട്ട് തിരിച്ചു പോന്നിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സഹോദര, ആൾത്താരിൽ മെഴുതിരി പോലും കത്തുന്നില്ല, നീ ഈ ആളി കത്തലൊക്കെ എവിടെയാ കണ്ടെന്ന് ചോദിച്ചേ. അപ്പൊ എന്നോട് പറഞ്ഞത് എന്താണെന്നറിയാം? പിതാവേ, ഞങ്ങൾ പലതും പറയും, പിതാവ് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നാ പറഞ്ഞ്. അന്ന് മുതൽ മാധ്യമങ്ങൾ പറയുന്നതൊക്കെ ഞാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് എടുത്തിട്ടുള്ളത്. പക്ഷെ അതിനോടൊപ്പം ചേർത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ. എൻ്റെ അനുജൻ ഒരു ബിസിനസ്സുകാരനാണ്. അവന്റെ പ്രോഡക്റ്റിന്റെ പരസ്യം ഈ മാധ്യമങ്ങളിലൊക്കെ കൊടുക്കുമ്പോൾ ലക്ഷങ്ങളാണ് അവൻ കൊടുക്കുന്നത് പേയ്മെന്റ് ആയിട്ട്. പക്ഷെ എനിക്ക് 5 പൈസ മാധ്യമങ്ങൾക്ക് കൊടുക്കാതെ സുവിശേഷ പ്രഘോഷണം എൻ്റെ ജീവിതത്തിലൂടെ, എൻ്റെ സഹനങ്ങളിലൂടെ പ്രഘോഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഞാൻ കൊടുക്കണമായിരിക്കും. എനിക്ക് വേണ്ടി മാധ്യമങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസം മുഴുവൻ. അങ്ങനെ വിധി വന്നപ്പോൾ ഞാൻ ആകെ 2 വാക്കാ പറഞ്ഞത്, ദൈവത്തിന് സ്തുതി. കാരണം അത് വളരെ ലൈവായിട്ട് ലോകം മുഴുവൻ എത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എല്ലാ ഭാഷകളിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഞാൻ എൻ്റെ മാതൃഭാഷയായ മലയാളത്തിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞത് ലോകം മുഴുവൻ കേട്ടു. ആ ലോകം മുഴുവൻ കേട്ട്. അപ്പൊ അത്ര വലിയൊരു സുവിശേഷ പ്രഘോഷണം. ഞാൻ ദൈവത്തിന് സ്തുതി എന്ന് പറയുമ്പോൾ എൻ്റെ ദൈവത്തിനാണ് ഞാൻ സ്തുതി പറഞ്ഞത്, എൻ്റെ ദൈവത്തെ കുറിച്ചാണ് ഞാൻ പ്രഘോഷിച്ചത്. 5 പൈസ സ്പെൻഡ് ചെയ്യാതെ ലോകത്തിൽ മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് എനിക്ക് സാധിച്ചല്ലോ എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. വെറും പഞ്ചാബിൽ ജലന്ധർ രൂപതയിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയ ഒരാളെ എന്നെ ദൈവം ഈ രീതിയിൽ ഉയർത്തി ലോകത്തിന്റെ എല്ലാ കോണുകളും. എനിക്ക് ആഫ്രിക്കയിൽ നിന്ന് ഫോൺ കോൾ വന്നിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് ഒക്കെ ആളുകൾ ആ ദൈവത്തെ സ്തുതിക്കുന്നത് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എന്നെ ഫോൺ വിളിച്ചായിരുന്നു. അപ്പൊ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങൾ അവര് മണിക്കൂറുകൾ എനിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇന്നലെ ഞാൻ കേട്ടു ഏതോ ഒരു ട്രെയിൻ കത്തിക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം, വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് അവർ ഇത്രയും സമയമൊക്കെ ചെലവാക്കിയല്ലോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. ആരോടും എനിക്ക് ദേഷ്യമോ ഒന്നുമില്ല. കാരണം എനിക്കും മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളാണ്. പഞ്ചാബില് ജലന്ധർ രൂപതയ്ക്ക് സ്വന്തം ചാനലുണ്ട്, പ്രാർത്ഥനാ ഭവൻ എന്ന് പറഞ്ഞ ചാനൽ. അതുപോലെ ഞാൻ ഡൽഹിയിലായിരുന്നു, ബുളന്ത് പ്രജാതന്ത്ര എന്ന് പറഞ്ഞ ഒരു ടാബ്ലോയിഡ് പേപ്പർ ഞാൻ തുടങ്ങിയായിരുന്നു. അപ്പോ മാധ്യമ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നിലനിൽപ്പിന് വേണ്ടി മാന്യന്മാരെ അവഹേളിക്കുന്നത് കൊണ്ട് കൂടുതൽ പ്രേക്ഷകർ ഉണ്ടാകുകയും റേറ്റ് കൂടുകയും അതുവഴി കൂടുതൽ പരസ്യം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ. കുറവലങ്ങാട് കോൺവെന്റിലേക്ക് എന്നെ തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ പോലീസുകാർ എന്നെ മാധ്യമക്കാർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഏത് രീതിയിലാണ് വരിക എന്ന്. അങ്ങനെ ഞാൻ കുറവലങ്ങാട് കോൺവെന്റിന് അവിടെ വന്ന് തെളിവെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടായില്ല. അവിടെ ചെന്ന് ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് പോകും. പക്ഷെ കോൺവെന്റിന്റെ റോട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ കുറച്ചൊരു 10-15 മാധ്യമക്കാരാന്ന് മനസ്സിലായത് അവരുടെ കയ്യിൽ ക്യാമറയും ഒക്കെ ഉള്ളതുകൊണ്ട് അവര് കൂകുകയാണ്, എന്നെ നോക്കിയിട്ട് കൂകിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവർക്ക് തംസപ്പ് കൊടുത്തു, വെരി ഗുഡ് എന്നുള്ള അർത്ഥം തംസപ്പ് കൊടുത്തു. അപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾ എന്നോട് ചോദിച്ചു, പിതാവിന് എങ്ങനെയാ ഇവർക്ക് തംസപ്പ് കൊടുക്കാൻ സാധിക്കുന്നത്? ഇവര് പിതാവിനെ കൂകുകയല്ല ചെയ്തത്. ഞാൻ പറഞ്ഞു, അവർക്കും എനിക്കും തമ്മിൽ ഒരു വിരോധമില്ല.
അവർക്ക് എന്നെ കൂകണമെന്നൊന്നും താല്പര്യമൊന്നുമില്ല. പക്ഷെ അവരുടെ മാധ്യമ ഓഫീസിൽ നിന്ന് അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് കൂക കൂക എന്ന് പറയും. അപ്പോ അതനുസരിച്ച് അവർ നന്നായിട്ട് കൂകിയതിന്റെ പേരിൽ ഒരു 200 രൂപയോ 1000 രൂപയോ അവർക്ക് ഇൻസെന്റീവായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ കാശ് കിട്ടിയിട്ട് വിശപ്പടക്കാൻ നിൽക്കുന്ന അവരുടെ മക്കളും ഒക്കെ അവർക്ക് അങ്ങനെയെങ്കിലും ഞാൻ വഴി ഒരു ഹെൽപ്പ് കിട്ടുകയാണെങ്കിൽ മോനെ നന്നായിട്ട് കൂകിക്കോ, കുറച്ച് പൈസ എക്സ്ട്രാ നിനക്ക് കിട്ടട്ടെ എന്നുള്ള ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടാണ് തംസപ്പ് കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എൻ്റെ ചെലവില് പലർക്കും വളരെയധികം പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ അതൊക്കെ ലോകത്തിന്റെ ഒരു വഴിയാണ്, ലോകത്തിന്റെ നടപ്പാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിച്ച് പോകുക എന്നുള്ള ഒരൊറ്റ ദൗത്യമാണ് എനിക്കുള്ളത്. ഇനിയും എൻ്റെ ദൗത്യം ഇത് തന്നെയായിരിക്കും. ഞാൻ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ എനിക്കൊരു പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. കരഞ്ഞുകൊണ്ട് മുട്ടുകുത്തുള്ളി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് വളരെ ഒരു രസകരമായിട്ടായ ഒരു കാര്യം. ചാർജസ് ഫ്രെയിം ചെയ്യുന്ന അന്ന് ഞാൻ അൽഫോൺസാമ്മയുടെ ഖബറിടത്തിലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഒരു പുസ്തകം പോലെ തയ്യാറാക്കിയിട്ട് ഞാൻ ആ ടൂമ്പിൽ വെച്ച് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു പോന്നു. പക്ഷെ ചില മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതെന്നറിയോ, പീഡനവീരനായ ഫ്രാങ്കോ അവിടെ ചെന്നപ്പോൾ വിശുദ്ധയായ അൽഫോൺസാമ്മ ഖബറിടത്തിൽ നിന്ന് ഓടി എന്ന്. ഞാനത് കേട്ടു, എൻ്റെ മനസ്സിൽ വെച്ചു. വിധി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അൽഫോൺസാമ്മ ഓടിയത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണെന്നും എനിക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ടാണെന്നും എന്നെ അങ്ങനെ ആത്മീയമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. അൽഫോൺസാമ്മ ഓടിയത് ശരിയാണ്, പക്ഷെ ഓടിയത് ദൈവത്തിന്റെ സന്നിധിയിലേക്കാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അപ്പോ ഞാൻ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും വിശ്വാസത്തിന്റെ കണ്ണിലൂടെ കാണാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇന്ന് വരെ എന്നും അത് തന്നെയായിരിക്കും, അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള അങ്ങയുടെ താമസം എവിടെയായിരിക്കും? കേരളത്തിന് അകത്തായിരിക്കോ, കേരളത്തിന് പുറത്തായിരിക്കോ, അതോ ഇന്ത്യക്ക് വെളിയിലായിരിക്കോ? എങ്ങനെയാണ് പദ്ധതി ഇട്ടിരിക്കുന്നത്? എന്നോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അടുത്ത ഇൻസ്ട്രക്ഷൻ കിട്ടുന്നത് വരെ പഞ്ചാബിൽ ജലന്ധർ രൂപതയ്ക്കകത്ത് റിസൈഡ് ചെയ്യരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ എന്നിട്ട് എന്നോട് ചോദിച്ചു, അതുകൊണ്ട് എവിടെയായിരിക്കും റിസൈഡ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു, കോട്ടയത്ത് ക്രിസ്റ്റീൻ റിട്രീറ്റ് സെന്ററിലായിരിക്കും ഞാൻ താമസിക്കുക. ഐ ആം ഹാപ്പി ദേർ. അവിടെ പ്രാർത്ഥിക്കാനും വചന പ്രഘോഷണത്തിനും എല്ലാം സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് ക്രിസ്റ്റീൻ കളത്തിപ്പടിയിലുള്ള ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലായിരിക്കും ഞാൻ താമസിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. കേസ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യും. പിന്നീട് വത്തിക്കാനിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ വരികയാണ് എങ്കിൽ ഞാൻ അതനുസരിച്ച് പ്രവർത്തിക്കും. ഞാനെപ്പോഴും ഒരു അനുസരണയുള്ള കുട്ടിയെ പോലെ തന്നെ, പണ്ട് ഞാൻ ഇതുപോലെ ഒരു മാധ്യമങ്ങളിൽ എന്നോട് പറഞ്ഞായിരുന്നു, ചോദിച്ചു പിതാവ് രാജിവെക്കൂ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സ്വയമായിട്ട് രാജിവെക്കില്ല. എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞ ഞാൻ അവിടെ ഇരിക്കും, അവിടുന്ന് മാറിയിരിക്കാൻ പറഞ്ഞ അനുസരണമുള്ള ഒരു കുട്ടിയെ പോലെ ഞാൻ മാറിയിരിക്കുമെന്ന് ഞാൻ അന്ന് ഏതൊരു മാധ്യമത്തിന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോ എനിക്ക് വത്തിക്കാൻ അല്ലെങ്കിൽ എൻ്റെ അമ്മയായ എൻ്റെ സഭ എന്നോട് എന്തു പറയുന്നു അത് ഞാൻ ശിരസാൽ വഹിച്ച് നെഞ്ചിലേറ്റി ഞാൻ അത് ചെയ്യും. അതിനുവേണ്ടി എന്ത് ത്യാഗം, എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എൻ്റെ സഭയെ ഞാൻ തള്ളി പറയില്ല. അത്രമാത്രം ഞാൻ കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നു, ആ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്നു. എൻ്റെ അപ്പനും കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ജീവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എൻ്റെ മുമ്പിൽ എത്രയോ മാതൃകകളുണ്ട്. ആ മാതൃകകളെ പിൻചൊന്നുകൊണ്ട് സഭയെ എപ്പോഴും സ്നേഹിച്ച് അനുസരണയുള്ള ഒരു മകനായി തന്നെ ഞാൻ തുടർന്നും ജീവിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം അതിനുള്ള എളിമയും സന്നദ്ധയും മനഃശക്തിയും ഒക്കെ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഷെക്കീന പ്രേക്ഷകരോട് ഞാൻ പറയുന്നു, നിങ്ങൾ തുടർന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്നലെ ഒരു വോയിസ് ക്ലിപ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു, ഷെക്കീന അത് പ്രക്ഷേപണം ചെയ്തിരുന്നു. അവരോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അങ്ങനെ നമുക്ക് സഹനത്തിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് സഭയെ ശക്തിപ്പെടുത്തുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നമ്മെ തന്നെ വിശുദ്ധീകരിക്കാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്നൊരൊറ്റ പ്രാർത്ഥന മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. വളരെ നന്ദി പിതാവ്. പ്രത്യേകിച്ച് ഈ ഒരു നിർണായക ഘട്ടത്തിൽ ഷെക്കീന ന്യൂസിനോട് അങ്ങ് പ്രതികരിച്ചതിന്. അങ്ങയുടെ ഭാവി ജീവിതത്തെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ അങ്ങ് കടന്നുപോയ ഈ സഹനങ്ങൾ, കണ്ണീരനുഭവങ്ങൾ സഭയുടെ ഉപരി നന്മയ്ക്ക് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക്സ് പിതാവ്.
ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.